ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹരിക്കെയിൻ. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ അറിയപ്പെടുന്നത് ഹരിക്കെയിൻ. സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹസ്വാന്തനം. സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതി സ്നേഹസ്വാന്തനം. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് അക്രോമെഗലി. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥ അക്രോമെഗലി. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏതു രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ലൈസോസൈം. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏതു രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്നത്? ലൈസോസൈം. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് ടെൻഡൻ. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ടെൻഡൻ. ജൈവവൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ജൈവവൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് ആരോഗ്യവകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് ആരോഗ്യവകുപ്പ് രൂപീകരിച്ച പദ്ധതി മിഠായി. ദ്രാവകാവസ്ഥയിലുള്ള യോജകകലയ്ക്ക് ഉദാഹരണമാണ് രക്തം. ദ്രാവകാവസ്ഥയിലുള്ള യോജകകല രക്തം. മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവമാണ് കരൾ. മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവമാണ് കരൾ. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം അപവർത്തനം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം അപവർത്തനം. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതിയാണ് ആഗസ്റ്റ് 23. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ആഗസ്റ്റ് 23. ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റിന് തുല്യമായ സെൽഷ്യസ് ആണ് 0 ഡിഗ്രി സെൽഷ്യസ്. ഫാരൻഹീറ്റ് സ്കെയിലില് 32 ഡിഗ്രി എഫിന് തുല്യമായ സെൽഷ്യസ് ആണ് 0 ഡിഗ്രി സെൽഷ്യസ്. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏതു രംഗത്താണ് പ്രശസ്തി നേടിയത്? സർക്കസ്. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? സർക്കസ്. അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഖസാക്കിന്റെ ഇതിഹാസം. അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഖസാക്കിന്റെ ഇതിഹാസം. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എസ്.കെ. പൊറ്റക്കാടിന്റെ കൃതിയാണ് ഒരു ദേശത്തിന്റെ കഥ. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എസ്.കെ. പൊറ്റക്കാടിന്റെ കൃതി ഒരു ദേശത്തിന്റെ കഥ. വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണർ. വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവർണറാണ്. പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം 2012. പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം 2012.